പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യരെയും ഒന്നുപോലെ സ്നേഹിക്കുകയും അവരെ വിശുദ്ധീകരിക്കുവാൻ കൽപ്പനകൾ നൽകി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരാത്മാവിനെയെങ്കിലും നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 45 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, എൻ്റെ ജനമേ, അവളുടെ അടുത്ത് നിന്ന് ഓടിയകലുവിൻ, കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. ബാബിലോണിനെ കുറിച്ചാണ് അവളെന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതായത് വിജാതീയ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുകയും വ്യഭിചാരം, കൊലപാതകം, മോഷണം, വഞ്ചന, ചതി, ക്രൂരത ഇവയ്ക്ക് അടിമപ്പെട്ട ഒരു ജനതയായിരുന്നു ബാബിലോൺ. ഇപ്രകാരമുള്ള ജനതകളിൽ നിന്ന് ഓടിയകലുവാൻ ദൈവമായ കർത്താവ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം, വഞ്ചന, ചതി ഇവ പ്രവർത്തിക്കുന്ന വ്യക്തികളോട് കൂടി നിന്നാൽ നമ്മളും ഒരുപക്ഷെ അതിൻ്റെ ഭാഗഭാക്കുകളാകുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്ന ദൈവമാണ് പറയുന്നത്, നീ അവളിൽ നിന്ന് ഓടിയകലുക, അങ്ങനെ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. സഹോദരങ്ങളെ, ഇപ്രകാരം മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്രകാരം ലൗകികമായ ജഡികതയിൽ ജഡത്തിൻ്റെ മേൽ സന്തോഷം നൽകുന്ന സകല മ്ലേച്ഛതകളിൽ നിന്നും ഓടിയകലുവാൻ ദൈവമായ കർത്താവ് കൽപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ UDF സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു യുദ്ധമാണ്. അത് നല്ല ഒരു കാര്യമാണ്. മയക്കുമരുന്ന്, മദ്യപാനം ഇവയിൽ നിന്നെല്ലാം ഓടിയകലുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദൈവമായ കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ദൈവവചനം മനസ്സിലാക്കാത്തത് കൊണ്ടും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടും ഇപ്രകാരമുള്ള മ്ലേച്ഛതകൾ അടിമപ്പെട്ട് അതിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. യുവതലമുറകളെല്ലാം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് UDF സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ. വലിയ ഒരു അനുഗ്രഹമാണ് കേരളത്തിലേക്ക്. സഹോദരങ്ങളെ, അതിലുപരി നമുക്ക് ദൈവത്തോടടുത്ത് നിൽക്കുവാൻ, ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആത്മശരീരങ്ങളെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി രൂപാന്തരപ്പെടുന്നതും ദൈവകോപത്തിന് അകപ്പെടാതെ ദൈവകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതും. ദൈവവചനം അനുസരിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പാരായണം ചെയ്തും കേട്ടും അനുസരിച്ചുകൊണ്ടും നമുക്ക് നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.